ശബരിമല വരുമാനത്തിൽ കുറവ്. ഈ മണ്ഡലകാലത്ത് 28 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ നടവരവിൽ 20 കോടിയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കാണിക്ക വരുമാനം കഴിഞ്ഞ വർഷം 46 കോടിയായിരുന്നത് ഇത്തവണ 41 കോടിയിലേക്ക് കുറഞ്ഞു. അപ്പം വിൽപ്പനയിൽ 1.5 കോടിയുടെയും അരവണ വിൽപ്പനയിൽ 11 കോടിയുടെയും കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം കോവിഡിനും പ്രളയത്തിനും ശേഷമുള്ള മണ്ഡലകാലമായതിനാൽ വലിയ വരുമാനമുണ്ടായെന്നും ഈ വർഷം തീർത്ഥാടകരുടെ എണ്ണത്തിലെ കുറവാണ് വരുമാനത്തിൽ പ്രതിഫലിച്ചതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടില്ലേ? കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 20 കോടി രൂപയുടെ കുറവാണ് നമ്മുടെ ശബരിമല വരുമാനത്തിൽ 28 ദിവസത്തിനിടയ്ക്ക് നടത്തിയേക്കുന്നത്. അതായത് നമ്മുടെ ആളുകൾക്ക്, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്കായാലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്കായാലും മലയാളികൾക്കായാലും വിവരം വെച്ചു, അല്ലെങ്കിൽ ബോധം വെച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വേറൊന്നുമല്ല, അവര് ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ കോവിഡ് കഴിഞ്ഞിട്ട് അമ്പലം തുറന്നിട്ട് ഇതിന്റെ ഇരട്ടിക്ക് വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വേറെ ഒന്നുമില്ലാഞ്ഞിട്ടും ഈ 20 കോടി രൂപയുടെ കുറവ് നമ്മുടെ ശബരിമലയിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളുടെ, അല്ലെങ്കിൽ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അനാസ്ഥ മൂലമാണ് ഇത്രയും തുക കുറവ്. ഒരു കണക്കോർത്താൽ അത് നല്ലതെന്നേ പറയാൻ പറ്റൂ. കാരണം വേറൊന്നുമല്ല, അവിടുത്തെ ഓരോ മണ്ഡലകാലങ്ങൾ വരുമ്പോഴും നമ്മുടെ മന്ത്രി പറയുന്നതാണ്, അവിടെ എല്ലാ സൗകര്യവും റെഡിയാണ്, നിങ്ങൾ ഇനി പോന്നേക്കാൻ പറഞ്ഞാണ് അവിടെ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും. അതുപോലെ തന്നെ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും പറയുന്നതാണ് അടുത്ത വർഷം ഇതിനേക്കാൾ മികച്ച സൗകര്യം കൊടുക്കുമെന്ന്. എവിടെയാണ് മികച്ച സൗകര്യം ഉള്ളത്? നമ്മുടെ ശബരിമലയിൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് പൈസ വരാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഒന്ന് കുടിയന്മാരും, ഒന്ന് ഈ ശബരിമല വരുമാനവും. ശബരിമല വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ ഈ നവകേരള സദസ്സിന്റെ കക്കൂസ് ചുമന്നുകൊണ്ട് പോകുന്ന വണ്ടിക്കകത്ത് ഇപ്പോൾ ഇരുന്ന് സുഖിക്കുന്നില്ലേ, അതുവരെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടെ പണമാണെന്നുള്ളത് സാധാരണക്കാർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഈ 20 കോടി രൂപയുടെ കുറവ് വന്നത്. സാധാരണക്കാരായ ജനങ്ങൾ കൊണ്ടുവന്ന് കാണിക്കയായിട്ട് അർപ്പിക്കുന്ന പൈസ വരെ എടുത്ത് കാര്യം കണ്ടല്ലെങ്കിൽ അതെടുത്ത് നക്കിയിട്ട് ആ സാധാരണക്കാരായ ജനങ്ങൾ 41 ദിവസം വ്രതമെടുത്ത് കരിമല ചവിട്ടി കയറി വരുമ്പോൾ അവർക്ക് ഷീറ്റിട്ട്, ഒട്ടും സൗകര്യമില്ലാത്ത ഷീറ്റിട്ട വിശ്രമ കേന്ദ്രങ്ങളിലാണ് അവരെ ഇരുത്തി പുഴുങ്ങി ഇറക്കിയാണ് അവരെ മല കയറ്റുന്നത്. അപ്പോൾ അത്ര വരെ സൗകര്യം ഇല്ലാത്തടത്ത്, അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ 16-17 മണിക്കൂർ ക്യൂ നിന്നിട്ട് പോലും ഇത്രയും സമയം ക്യൂ നിൽക്കേണ്ടി വന്നൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം, അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരും ആന്ധ്രക്കാരും വന്ന് പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് പോയി, വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിണറായിക്കെതിരെ അതിരൂക്ഷമായിട്ടാണ് അവർ സംസാരിച്ചിട്ട് പോയത്. എന്തുകൊണ്ടാണ്? അവർ കാണിക്കയായിട്ട് കൊണ്ടിടുന്ന പൈസ തന്നെ എടുത്ത് നക്കിയിട്ട് അവർക്ക് വേണ്ടുന്നൊരു സൗകര്യം കൊടുക്കാത്ത ഈ മന്ത്രിസഭ, ദൈവത്തിനാണ് സത്യം, അത് ഈ അയ്യപ്പൻ തന്നെ അതിനകത്ത് പണി കൊടുക്കുമെന്നുള്ളതാണ്. ഈ പിണറായിയുടെ നാശം കണ്ടു തുടങ്ങിയെന്ന് വേണം പറയാൻ, അല്ല വേറെ ഒന്നും പറയാനില്ല. ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും പറയുന്നത് അടുത്ത മണ്ഡലകാലത്തിന് ഞങ്ങൾ എല്ലാ സൗകര്യവും ഒരുക്കും. അതുപോലെ മണ്ഡലകാലം തുടങ്ങുമ്പോൾ എല്ലാ സൗകര്യവും ആയി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരെയും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഭക്തന്മാരും തിരക്ക് ചെല്ലുന്നത് മല കയറാനായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഇത്രയും രൂപയുടെ വരുമാനം കുറവെന്ന് കണ്ടപ്പോൾ വിചാരിച്ചോണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധം വെച്ചു. കാരണം അവരുടെ പൈസ കൊണ്ട് താൻ ഇനി കീശ വീർപ്പിക്കേണ്ടെന്നുള്ളതാണ് അവർ വിചാരിച്ചാണ് പൈസ ഇടാത്തത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് കണ്ടു, നിലയ്ക്കലും പന്തളത്തും കെട്ടിറക്കി വെച്ച് മാലയൂരിയിട്ട് അയ്യപ്പന്മാർ തിരിച്ചു പോകുന്നൊരവസ്ഥ. ഇതിനു മുൻപും ഇതിനേക്കാൾ തിരക്കുണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു, ഇതിനു മുമ്പ് ഇതിനേക്കാൾ തിരക്കേറിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ആളുകൾ നല്ല കൃത്യമായിട്ട് തൊഴാനും അവർക്കെല്ലാം ആവശ്യത്തിൽ കൂടുതൽ തൊഴാനും ഉള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മനഃപൂർവ്വം പണത്തിന് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു ശബരിമലയെ പോലെ ആയിപ്പോയി. അവിടുത്തെ കിട്ടുന്ന പൈസ കൊണ്ട് തൻകാര്യം മാത്രം കാണാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കാരണം ആളുകൾ മനഃപൂർവ്വം പൈസ ഇടാത്തതാണ്. പ്രായമായ അമ്മച്ചിമാർ, പ്രായമായ അച്ഛന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ ഇത്രയും മണിക്കൂർ ക്യൂ നിന്നിട്ട് ഈ നവകേരള സദസ്സെന്നും പറഞ്ഞിട്ട് കുറേ ജനങ്ങൾക്കുള്ള പണം എടുത്തിട്ട് കുറേ സഞ്ചരിക്കുന്ന കക്കൂസം കൊണ്ട് നടക്കുന്ന ആ മനുഷ്യനൊന്നും അനങ്ങിയോ? ഇല്ല. അതുപോലെ തന്നെ ബസ്സിനകത്ത് കിടന്ന് ഇടിക്കുന്ന കണ്ടിട്ട് മനുഷ്യർക്ക് അങ്ങോട്ട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ വരാനോ ഉള്ള ഒരു സൗകര്യത്തിന് വണ്ടി ഇല്ലാഞ്ഞിട്ട് അവർ
കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എന്തെങ്കിലും നാവെടുത്ത് സംസാരിച്ചോ? ഇല്ല. ഇതൊക്കെയാണ് പിന്നെ ഓരോരോ നാശം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടില് ഖജനാവ് നിറയ്ക്കാൻ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് ശബരിമല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് നേരെ മണ്ഡലകാലം കഴിയുമ്പോൾ കൈയിട്ട് വാരാൻ മാത്രം ചെല്ലുന്ന കുറെ മന്ത്രിസഭയും, എന്തിനാണ് ഇങ്ങനെ മന്ത്രിസഭ? കൈയിട്ട് വാരുന്നതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് വണ്ടികൾ ഇറക്കി കൂടി അവിടെ എവിടെയും കട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടികളൊന്നും നന്നാക്കിയിട്ട് ഈ മണ്ഡലകാലം തുടങ്ങുമ്പോൾ അത് ശരിയാക്കി ഇറക്കിക്കൂടി. എങ്ങനെയായാലും ഖജനാവിലേക്ക് പൈസ വന്നു ചേരുന്നൊരു പിന്നെ മാർഗമാണത്. അതും ഇല്ലാതാക്കിയിട്ട് സഞ്ചരിക്കുന്ന കക്കൂസുകളിൽ നിങ്ങൾ എന്ത് നേടിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈ അയ്യപ്പന്മാരുടെ കഷ്ടപ്പാട്, അയ്യപ്പന്മാർ ഈ കയറി ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങി മാലയും ഊരിയിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ സഞ്ചരിക്കുന്ന കക്കൂസിനകത്ത് എന്ത് ചെയ്തിട്ട് എന്താണ് പ്രയോജനം? നവകേരള സദസ്സ് നടത്തുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള കൂടെ നിൽക്കുന്നവർ പോലും ആ സദസ്സിനെ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി അനുകൂലിച്ചൊരു വാക്ക് പറയുന്നവരില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ നവകേരള സദസ്സ് നടത്തുന്നത്? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി അമ്മച്ചി നമ്മളെല്ലാവരും കണ്ടതാണ്. കറുത്ത അടിവസ്ത്ര ഊരിയാണ് അവർ കാണിച്ചത്. കാരണം 5 മാസത്തെ പെൻഷൻ കിടന്നപ്പോൾ വെറും 1 മാസത്തെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് 1 മാസത്തെ പെൻഷൻ കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി കൊടുക്കാൻ ഇപ്പോൾ വീണ്ടും 5 മാസത്തേതായി. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പണം എടുത്തിട്ട് ഇങ്ങനെ ധൂർത്തടിക്കുന്നതിന് അവർ അടിവസ്ത്രം ഊരി കാണിച്ചു. അത് അർഹിക്കുന്നതാണ് അവർ കൊടുത്തത്. അതുപോലെ തന്നെ കടയ്ക്കൽ അമ്പലത്തിലെ മതിലുകൾ പൊളിക്കുന്നു. ഈ പിന്നെ നവകേരള സദസ്സ് കൊണ്ട് കേരളം മൊത്തം ഇടിച്ചു നിരത്താനാണെന്നുണ്ടെങ്കിൽ പിന്നെ നവകേരള സദസ്സ് എന്താണ്? എന്തിനാണ് നവകേരള സദസ്സ്? ഓരോ അറ്റത്തുനിന്ന് ഓരോന്ന് പൊളിച്ച് ഇടിച്ചും അതുപോലെ പിന്നെ ഇടിച്ച് നിരത്തിയിട്ട് നവകേരള സദസ്സ് ഉണ്ടാക്കുകയാണ്. പാവങ്ങൾക്ക് ചെന്നൊന്ന് പരാതി പറയാൻ പോലും പറ്റത്തില്ല. പരാതി മേടിക്കുന്നതുമില്ല. നിങ്ങളുടെ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല സഞ്ചരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് സഞ്ചരിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് പിന്നെ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. എന്നിട്ട് അത് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. തന്നെ ഈ ശബരിമലയിൽ കാണിച്ച ഈ അക്രമത്തിന് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആളുകൾ വരെ ആ ശബരിമല ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് ആന്ധ്രാക്കാരും തമിഴ്നാടുകളും പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് പോയതിൻ്റെ എങ്കിലും അവർക്ക് കയറി അത് തൊഴാൻ പറ്റാതെ തിരിച്ചു പോയ ഭക്തന്മാരുടെ മനസ്സ് കലങ്ങിയതിനും അനുഭവിക്കാതെ എങ്ങും പോവില്ല. ഭക്തർക്കായാലും കുറച്ചൊക്കെ ബോധം വെച്ച് അതുകൊണ്ടാണ് ഇത്രയും കോടി രൂപയുടെ കുറവ് വന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. ആ പണം കൈയിട്ട് വാരരുത്. ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ കണ്ടു പഠിക്കണം. ഇനി അങ്ങോട്ടായാലും ശരി തന്നെ ഇതേപോലെയുള്ള വലിയ വലിയ അമ്പലങ്ങളിൽ പൈസ കൊണ്ടൊന്ന് ഇട്ടുകൊടുത്ത് ഇവന്മാർക്ക് തിന്നാൻ കൊടുക്കരുത്. അതാണ് വേണ്ടുള്ളത്.